ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാനും മോളും കൂടെ ഹോസ്പിറ്റലാണ്. ഇപ്പോൾ മോൾക്ക് പെട്ടെന്നൊരു പനി ചുമയൊക്കെ. അപ്പോൾ ഇതാ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ടുണ്ട്. അപ്പോൾ ഇന്നലെയാണ് അഡ്മിറ്റായത്. അങ്ങനെ വന്ന് ഡോക്ടറെ കണ്ടു. അപ്പോൾ നോക്കിയപ്പോൾ നല്ല ചുമയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അഡ്മിറ്റാകാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങളിതാ റൂമൊക്കെ എടുത്തു. അപ്പോൾ 5 ദിവസത്തേനുള്ള ആൻറ്റിബയോട്ടിക് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസം 2 ഇഞ്ചക്ഷൻ വെച്ചിട്ടാണ്. അങ്ങനെ മരുന്നൊക്കെ മേടിച്ചു. അങ്ങനെ രാവിലെ ഞാനും മോളും കൂടെ ക്യാൻറ്റീനിൽ വരെ പോവാണ് ഫുഡ് മേടിക്കാൻ. ചായയും കാപ്പിയും പിന്നെ ഫുഡും. അപ്പോൾ കുഞ്ഞ് ഉറങ്ങി നേരത്തെ എഴുന്നേറ്റു. അവൾ എഴുന്നേൽക്കുമ്പോഴത്തേനും പോകാമെന്ന് വിചാരിച്ചപ്പോഴത്തേനും വേഗം എഴുന്നേറ്റു. പിന്നെ ഞാനും കുഞ്ഞും കൂടെ തന്നെ പോയി. ഇല്ലെങ്കിൽ പിന്നെ കൊണ്ടുവന്നില്ലെങ്കിൽ ഭയങ്കര നിർബന്ധവും വാശിയുമാണ്. അങ്ങനെ ഞങ്ങൾ വന്ന് കഴിക്കാൻ മേടിച്ചു. കഞ്ഞി രാവിലെ എല്ലാവരും മേടിച്ചു, കാരണം കഞ്ഞി കിട്ടിയില്ല. പിന്നെ അവൾക്ക് എരിയായിട്ട് എന്തെങ്കിലും വേണമല്ലോ എന്ന് ഓർത്ത് ഇടിയപ്പവും കടലക്കറിയുമാണ്. പിന്നെ കാപ്പിയും കുഞ്ഞിന് കുടിക്കാനുള്ള പാലും. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ പോയി മേടിച്ചുകൊണ്ട് വന്നത്. പിന്നെ കുഞ്ഞിന് കുറച്ച് നേരം പാലൊക്കെ കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളുടെ കൂടെ ഇരുന്ന് കാപ്പി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അവളുടെ മുട്ടായി തീറ്റയെല്ലാം കഴിഞ്ഞ് കാപ്പിയൊക്കെ കുടിച്ചു. ഒന്ന് കൊടുത്തപ്പോഴത്തേനും വീണ്ടും ചോദിച്ചു. അപ്പോൾ 1-2 ട്രിപ്പ് കാപ്പിയൊക്കെ കുടിച്ചു. പിള്ളേർ എഴുന്നേറ്റില്ല. 7:30 ആയിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് നേരം കൂടെ കഴിഞ്ഞ് വിളിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ കുടിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ വലിയ ആളും എഴുന്നേറ്റും. രണ്ടാമത്തെ ആൾ ഭയങ്കര ഉറക്കമാണ്. അവളെ ഇനി എഴുന്നേൽക്കണമെങ്കിൽ വീട്ടിലെ പോലെ കുറേ നേരം വിളിച്ച് ഒരു സമയമെടുക്കും. പിന്നെ ഞങ്ങളുടെ കാപ്പി കുടി എല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ട് വ്യൂ ഒക്കെ കണ്ടുകൊണ്ട് നിന്നു. അപ്പോൾ നല്ല ക്ലൈമറ്റൊക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ കഴിച്ചൊക്കെ കഴിഞ്ഞ് അവൾക്കും കൊടുത്തു, ഞാൻ കുഞ്ഞിനും കൊടുത്തു. അങ്ങനെ ഇടിയപ്പവും കടലക്കറിയും എല്ലാം കഴിച്ചു. പിന്നെ രണ്ടാമത്തെ ആൾ അപ്പോഴത്തേന് എഴുന്നേറ്റ് വന്ന് അവൾക്കും മുഖമെല്ലാം കഴുകി പല്ലൊക്കെ തേച്ച് കൊടുത്ത് കാപ്പിയും ചായയൊക്കെ കൊടുത്തു. പിന്നെ 10 മണി ആയപ്പോഴത്തേനും സിസ്റ്റർ റൗണ്ട്സിന് വന്നു. സിസ്റ്ററും ഡോക്ടറും കൂടെ വന്നു റൗണ്ട്സിന്. പിന്നെ ആവി പിടിക്കാനും ഇഞ്ചക്ഷൻ എടുക്കാനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാനും ചെറിയ മോളും കൂടെ താഴെ ഡോക്ടറെ കാണാൻ വന്ന അവൾക്ക് ചെറിയ ജലദോഷം. അപ്പോൾ അവളെയും കൂടെ കാണിച്ച് മരുന്ന് മേടിക്കാൻ വെയിറ്റ് ചെയ്തു. ഡോക്ടർ വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ അതുവരെ പിള്ളേർ ഊഞ്ഞാലും കുതിരയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കളിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഡോക്ടറെ കണ്ടു, ജലദോഷത്തിന് മരുന്നൊക്കെ മേടിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് ഹോസ്പിറ്റൽ വിശേഷങ്ങൾ. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും വരാം.